100 ദിവസം എന്നുള്ള കണക്കിൽ മാറ്റമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ളത് നിർണായകമായ സങ്കീർണമായ 16 ദിവസങ്ങൾ. വീണ്ടും 9 മത്സരാർത്ഥികൾ. ആരാകും ഇനി പുറത്തു പോവുക? പണപ്പെട്ടി എടുക്കാൻ പോകുന്നത് ആരാകും? ടോപ്പ് 5, ടോപ്പ് 3 ഇതൊക്കെ ആരൊക്കെയാകും എന്നിങ്ങനെയുള്ള ആകാംക്ഷകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അവസാന എവിക്ഷനിലൂടെ പുറത്തു പോയത് വൈൽഡ് കാർഡ് എൻട്രിയായി വീട്ടിലെത്തിയ നന്ദനയായിരുന്നു. കൂടെ നോറയും ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ച് മണിക്കൂറുകൾ മാത്രം സീക്രട്ട് റൂമിൽ നിർത്തിയിട്ട് നോറയെ തിരികെ വീട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു. രാവിലെ മുതൽ ലൈവിൽ മത്സരാർത്ഥികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും നമ്മൾ ആദ്യം പറഞ്ഞ അതേ ആകാംക്ഷകൾ തന്നെയാണ്. സിജോയും സായിയും അഭിഷേകും ഒക്കെ കാര്യമായ ചർച്ചയിൽ തന്നെയാണ്. വിഷയം പണപ്പെട്ടിയും ടോപ്പ് 5 ഒക്കെ തന്നെ. ഒരുപക്ഷെ ഇത്തവണ നന്ദന എവിക്ട് ആയിരുന്നില്ല എങ്കിൽ പണപ്പെട്ടിയുമായി പുറത്തു പോകുന്നത് നന്ദന ആകുമായിരുന്നു. സ്വന്തമായൊരു വീടെന്ന സ്വപ്നവുമായി വീട്ടിലേക്ക് എത്തിയ താരം പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടത് എന്നതിനാൽ ആ ദൗത്യം പൂർത്തിയാക്കാൻ സായി കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സിജോയുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും സായി ആവർത്തിച്ച് പറയുന്നത് പണപ്പെട്ടി എടുക്കാൻ സായിക്ക് താല്പര്യമുണ്ട് എന്നതാണ്. അതിലെ എമൗണ്ട് എത്രയാണെങ്കിൽ പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, ആ നേട്ടം കൈവരിക്കണം എന്നേ ഉള്ളൂ എന്നും പറയുമ്പോൾ നന്ദനയുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി സായി അത് ചെയ്യും എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. പക്ഷേ സിജോ അതിൽ നിന്നും മാക്സിമം സായിയെ പിന്തിരിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ജാസ്മിനെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സിജോ നല്ല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. അത് സിജോ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജാസ്മിൻ പണപ്പെട്ടിയുമായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത് ഏറ്റവും ഗുണകരമായി വരാൻ പോകുന്നത് സിജോയ്ക്കും സായിക്കും അഭിഷേകിനും ആയിരിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണപ്പെട്ടി എടുക്കാതിരിക്കാൻ ശ്രമിക്കൂ എന്ന് സായിയോട് സിജോ ഉപദേശിക്കുന്നതും വ്യക്തമായിരുന്നു. ജാസ്മിനോട് സിജോ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവും അത് തന്നെയായിരുന്നു. നിന്റെ ഗെയിം കുറച്ച് മോശമാണ് എന്നുള്ളത് കൊണ്ട് നീ ഫൈനലിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളില്ല, അതുകൊണ്ട് പണപ്പെട്ടി എടുക്കുന്നത് നിനക്ക് നന്നായിരിക്കും എന്നതാണ് സിജോ ജാസ്മിനോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് സിജോയുടെയും സായിയുടെയും ഒരു ക്രൂക്കഡ് പ്ലാനോ അല്ലെങ്കിൽ ഒരു ഗെയിമോ തന്നെ ആയിരിക്കും എന്നുള്ളതും വ്യക്തമാണ്. അഭിഷേക് ഈ സമയവും പറയുന്നത് ഉപകാരമുള്ളവർ ആരെങ്കിലും അത് എടുക്കട്ടെ എന്നുള്ളതാണ്. നിലവിൽ പണത്തിനും ഏറ്റവും ആവശ്യം ഋഷിക്കാണ് എന്നും അഭിഷേക് പറയുന്നുണ്ട്. പക്ഷേ ഋഷിക്ക് കപ്പടിക്കാൻ കഴിയും എന്ന ഓവർ കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് അവനത് ചെയ്യില്ല എന്നും അഭിഷേക് പറയുന്നുണ്ട്. ഋഷി അഭിഷേകിനോട് അത്തരത്തിലുള്ള ഒരു പരാമർശം പറഞ്ഞു അത്രേ. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഇവരുടെ ഈ ഒരു ചിത്രത്തിലേക്ക് അർജുൻ, ശ്രീതു, ജിൻഡോ എന്നിവർ വന്നിട്ടേ ഇല്ല എന്നതും വിചിത്രമാണ്. സീക്രട്ട് റൂമിൽ നിന്നും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ നോറ ഒരിക്കലും ആ പണപ്പെട്ടി സ്വന്തമാക്കാൻ സാധ്യത ഇല്ലെന്ന് ബിഗ് ബോസ് പ്രേമികളും പറയുന്നുണ്ട്. കാരണം ബിഗ് ബോസ് തനിക്ക് വേണ്ടി ഫേവർ ചെയ്തു എന്ന വിശ്വാസത്തിലാണ് നോറയുള്ളത്. 1-2 ദിവസം കൂടി സീക്രട്ട് റൂമിൽ തന്നെ താമസിപ്പിക്കാമോ എന്നൊക്കെയും ബിഗ് ബോസിനോട് നോറ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ നാദിറ പണപ്പെട്ടി കൈക്കലാക്കിയപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് അവർക്ക് ലഭിച്ചത്. എന്നാൽ ഈ സീസണിൽ പണം സ്വന്തമാക്കിയാൽ ഇമേജ് നഷ്ടമാകുമോ എന്ന ഭയമാണ് മിക്ക മത്സരാർത്ഥികൾക്കും ഉള്ളതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പക്ഷെ പണപ്പെട്ടി എടുക്കുന്നത് മോശമാണെന്നോ തോറ്റുപോകലാണെന്നോ ഒക്കെ പറയുന്നവരോട് മണി ബാഗ് എടുക്കുന്നത് യുക്തിപരമായ ഒരു നീക്കം തന്നെയാണ്. അതിലൊരു പുച്ഛവും കൊടുക്കേണ്ട കാര്യമില്ല. വിന്നർ ആവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നവർ ആരാണെങ്കിലും അത് എടുക്കുന്നത് കൊണ്ട് അവർക്ക് നേട്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് അവരുടെ വിജയം മാത്രമാണ്. 92 ദിവസങ്ങളോളം സർവൈവ് ചെയ്തതിന് ശേഷം കഷ്ടപ്പെടലിന് കിട്ടിയ ഒരു അംഗീകാരം തന്നെ ആയിരിക്കും അത്. മണ്ടത്തരം കാണിച്ച് അത് നഷ്ടപ്പെടുത്താതിരിക്കുന്നതാകും പലർക്കും നല്ലത്. കാരണം അതൊരു ബുദ്ധിപരമായ നീക്കം തന്നെയായിരിക്കും.